ഒരു കാലത്ത് നിരത്തുകളടക്കിയാണ് രാജാക്കന്മാർ സത്യാഗ്രഹ ഭൂമിയിലേക്ക് ഒഴുകിയെത്തിയപ്പോൾ കാഴ്ചക്കാർക്ക് സമ്മാനിച്ചത് അത്ഭുതവും ആശ്ചര്യവും മാത്രമല്ല, നല്ലൊരു സന്ദേശം കൂടിയാണ്. നമ്മെ വളർത്തി വലുതാക്കിയവരെ നാം മറക്കരുത്, അവരെ നെഞ്ചോട് ചേർക്കണം. മഹത്തായ ഈ സന്ദേശവുമായി വൈക്കത്തിന്റെ മണ്ണിലേക്ക് എത്തിയത് അംബാസഡർ കാറിനെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നവരുടെ കൂട്ടായ്മയായ അംബ്രോക്സ് ആണ്. ഒരു കാലത്ത് നിരത്തുകളിലെ രാജാക്കന്മാരായിരുന്നു അംബാസഡർ കാറുകൾ. ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് പുറത്തിറക്കിയ ഈ കാർ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവരുടെ ഇഷ്ടവാഹനമായിരുന്നു. 2002 വരെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വാഹനവുമായിരുന്നു അംബാസഡർ കാർ. വിദേശ വിനോദസഞ്ചാരികളടക്കം ഇപ്പോഴും അംബാസഡർ കാർ ആവശ്യപ്പെടുന്നു എന്നുള്ളതാണ് വസ്തുത. എന്നാൽ പുത്തൻ സാങ്കേതിക വിദ്യകളുമായി വിവിധ ഇനം മോഡലുകൾ വിവിധ കമ്പനികൾ പുറത്തിറക്കിയപ്പോൾ നിരത്തുകളിലെ രാജാക്കന്മാർക്ക് ഒന്ന് ക്ഷീണം സംഭവിച്ചു. എന്നാലും തങ്ങൾ തന്നെയാണ് നിരത്തിലെ രാജാക്കന്മാർ എന്ന് വിളിച്ചോതിക്കൊണ്ടാണ് അംബാസഡർ കാറുകളുടെ കൂട്ടായ്മയായ അംബ്രോക്സ് കോട്ടയം ജില്ലയിലെ പെരുവ മൂർക്കാട്ടിപ്പടിയിൽ നിന്നും നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ തങ്ങളുടെ മഹത്തായ സന്ദേശം ഉയർത്തിക്കൊണ്ട് കാർ റാലി സംഘടിപ്പിച്ചത്. അത് വെറുമൊരു ഒത്തുചേരലായിരുന്നില്ല. ഒരു കാലത്ത് നിരത്തുകൾ അടക്കി വാണിരുന്നവർ സത്യാഗ്രഹ ഭൂമിയിലേക്ക് ഒരുമിച്ചെത്തിയത് വലിയൊരു സന്ദേശവുമായാണ്. അംബാസഡർ കാറിനെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നവരുടെ കൂട്ടായ്മയായ അംബ്രോക്സ് ആണ് വൈക്കത്ത് വീൽസ് ഫോർ വെറ്ററൻസ് എന്ന പേരിൽ ഒത്തുചേരലിന് വേദിയൊരുക്കിയത്. മുൻ തലമുറകളുമായി കുതിച്ചുപാഞ്ഞ അംബാസഡർ പലർക്കും ഒരു വികാരമാണ്. നമ്മെ വളർത്തി വലുതാക്കിയ മാതാപിതാക്കൾ വാർദ്ധക്യത്തിൽ സ്നേഹത്തോടെ സംരക്ഷിക്കപ്പെടണമെന്ന സന്ദേശമാണ് ഇവർ മുന്നോട്ട് വെച്ചുകൊണ്ട് റാലി സംഘടിപ്പിച്ചത്. 2017 അംബാസഡർ കാറുകളുടെ കൂട്ടായ്മയായ അംബ്രോക്സിന്റെ തുടക്കം. പുതുപ്പള്ളി പള്ളിക്ക് മുമ്പിൽ പാർക്ക് ചെയ്തിരുന്ന ഒരു അംബാസഡർ കാറിന്റെ ചിത്രമെടുത്ത് ആരോ ഫേസ്ബുക്കിലിട്ടു. ആദ്യം ലൈക്ക് ചെയ്ത 4 പേർ പരസ്പരം ഫോൺ നമ്പറുകൾ കൈമാറി. അവിടെ നിന്നാണ് അംബ്രോക്സിന്റെ തുടക്കം. 160 അംബാസഡർ ഉടമകളുടെ കൂട്ടായ്മയിൽ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളുമായി കൂട്ടായ്മ സജീവമാണ്. വൃദ്ധസദനങ്ങളല്ല നമുക്ക് വേണ്ടത്. മാതാപിതാക്കൾ നമുക്കായി ഒരുപാട് യാതനകൾ സഹിച്ചിട്ടുണ്ട്. അവരെ സംരക്ഷിക്കാൻ മക്കൾ പ്രതിജ്ഞാബദ്ധരാകണം. ഇന്ന് നമുക്കിപ്പം ഓടിയെത്താൻ അവർക്ക് കഴിയില്ല. എങ്കിലും നാം അവരോടൊപ്പം എത്താൻ വേഗത കുറയ്ക്കണം. ഈ മനസ്സുണ്ടായാൽ അവർ നമുക്കായി മാത്രം ജീവിച്ച ഇന്നലകളുടെ ഓർമ്മകൾ മാത്രം മതി എന്ന മഹത്തായ സന്ദേശമാണ് അംബ്രോക്സ് ജനങ്ങൾക്ക് മുമ്പിൽ എത്തിച്ചത്. മൂർക്കാട്ടിപ്പടി വെള്ളൂർ KPPL റോഡിൽ നിന്നാണ് റാലി ആരംഭിച്ചത്. ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിന്റെ ആദ്യ അംബാസഡർ മോഡലായ ലാൻഡ് മാസ്റ്ററും മാർക്ക് 3ഉം മാർക്ക് 4ഉം ഉൾപ്പെടെ 50ഓളം കാറുകളാണ് റാലിയിൽ അണിചേർന്നത്. പൊൻകുന്നം സ്വദേശി മോഹനൻ നായർ 1977 വാങ്ങിയ അംബാസഡർ കാറുമായാണ് മകനും മുഖ്യ സംഘാടകരിൽ ഒരാളുമായ മഞ്ജിത് മോഹൻ എത്തിയത്. 60 വർഷമായി അംബാസഡർ കാർ ഉപയോഗിക്കുന്ന പിറവം സ്വദേശി മത്തായി ചേട്ടനും റാലിക്ക് എത്തിയിരുന്നു. റാലി നാടിന്റെ വിവിധ ഭാഗങ്ങൾ സഞ്ചരിച്ച് കായലോരം ബീച്ചിൽ എത്തിച്ചേർന്നപ്പോൾ നഗരസഭ അധ്യക്ഷ പ്രീത രാജേഷ്, ഉപാധ്യക്ഷൻ PT സുഭാഷ്, വാർഡ് കൗൺസിലർ ബിന്ദു ഷാജി, കൗൺസിലർ അശോകൻ വെള്ളവേലി, വിവിധ സന്നദ്ധ സംഘടനാ പ്രവർത്തകനായ ഷിഹാബ് K സൈനു എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. തുടർന്ന് നഗരസഭയുടെ ഉപഹാരം സീനിയർ അംഗമായ KT മത്തായിക്ക് നൽകി. പങ്കെടുത്ത എല്ലാ കാർ ഉടമകൾക്കും ചൈതന്യ ഹോംലി പ്രൊഡക്ട്സ് വൈക്കം സമ്മാനിച്ച മെഡലുകൾ കൗൺസിലർമാർ ചേർന്നും കൈമാറി. അംബാസഡർ കാർ എന്ന് പറഞ്ഞാൽ അംബാസഡർ കാറിനോട് ജസ്റ്റ് ഞങ്ങൾക്ക് പാഷൻ മാത്രമല്ല, ഇത് ഒരു പോർച്ച് കയറ്റി ഇടുന്ന ഒരു വസ്തുവല്ല. ഇത് കാണാമല്ലോ, ഇത്രയും ദൂരം ഓടി വന്നതാണ്. പലരും വളരെ ദൂര സ്ഥലങ്ങളിൽ നിന്ന് ഒരു 100-150 കിലോമീറ്ററിൽ നിന്ന് യാത്ര ചെയ്തൊക്കെ വന്നവരുണ്ട്. അപ്പം വണ്ടിയുടെ കണ്ടീഷൻ അത്രയും നല്ലതാണ്. ഈ ഇത്രയും നല്ല കണ്ടീഷനിൽ വണ്ടി മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ അതിന് പൈസ മാത്രം പോരാ, അതിനൊരു എഫേർട്ട് വേണം, സമയം വേണം, മുതലായ കാര്യങ്ങൾ വേണം. നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട നമ്മുടെ മാതാപിതാക്കന്മാരെ ഒരു പരിധി കഴിയുമ്പം, ഒരു പ്രായം കഴിയുമ്പം വൃദ്ധസദനത്തിലേക്ക് ആക്കുന്ന ഒരു പ്രവണത മാറ്റണം. നമ്മൾ അവരുടെ കൂടെയാണ് നിൽക്കേണ്ടത്. അവരുടെ ജീവിതത്തിൻ്റെ നല്ലൊരു പങ്ക് നമുക്ക് വേണ്ടി ചെലവഴിച്ചതാണ്. അവരുടെ ആ അവസാന കാലഘട്ടത്തിൽ നമ്മൾ എത്ര സന്തോഷം അവർക്ക് നൽകാൻ സാധിക്കുമോ അത്രയും സന്തോഷവും അത്രയും സമയവും നമ്മൾ നൽകണം. ഇതാണ് ഈ ഒരു മീറ്റപ്പ് കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്.
ഞാനൊരു 100 വണ്ടികളും മേടിച്ച് ഓടിച്ച് വിട്ടിട്ടുണ്ട്. അംബാസഡറിൻ്റെ ഗുണം എന്ന് വെച്ചാൽ ഏത് റോഡിലും കയറി പൊക്കോളും, എവിടെയും പൊക്കോളും, ഇഷ്ടംപോലെ ആഴം കയറ്റാം, യാതൊരു കംപ്ലൈൻറ്റും ഇല്ലാത്തതുണ്ട്. നമ്മുടെ കംപ്ലീറ്റ് ജീവിതം മുഴുവൻ അംബാസഡർ പറ്റും. ഇപ്പോഴും നമ്മുടെ ഒരു വ്യവസായ അംബാസഡർ അങ്ങനെ കൊണ്ടുനടക്കുന്നുണ്ട്. നിരത്തിലെ രാജാക്കന്മാർ വീണ്ടും ഒത്തുചേരുമെന്നും സാമൂഹിക കാരുണ്യ പ്രവർത്തനങ്ങളിൽ ആംബ്രോക്സ് മാതൃകയായി ഇനി ഉണ്ടാകുമെന്ന ഉറപ്പുമായാണ് സത്യാഗ്രഹ ഭൂമിയിൽ ഉത്സവ നഗരിയോട് ആചാരം ചൊല്ലി വിടവാങ്ങിയത്. ന്യൂസ് ഡെസ്ക് ചാനൽ 91 വൈക്കം.